അതെ നമ്മൾ സ്പോർട്സിനെ കുറിച്ചുള്ള സംസാരം ഇവിടെ നിർത്തും. ഞാൻ നിർത്തിയില്ല. എന്നാ പറ. എനിക്ക് അൾട്ടിമേറ്റ് സ്പോർട്സ് ആയി തോന്നിയത് MMA ആണ്. UFC ഫൈറ്റിംഗ്. പക്ഷെ ഫൈറ്റിംഗ് എനിക്കൊരു സ്പോർട്സ് ആയിട്ട് തോന്നില്ല. അതല്ല അൾട്ടിമേറ്റ് സ്പോർട്ട്. അല്ല, കാരണം എന്താ അറിയോ, സ്പോർട്സ് എന്ന് പറയുമ്പോ എപ്പോഴും എനിക്ക് മനസ്സിക്ക് വരാൻ എന്താ വെച്ചാ ഓടണ ഒരു എലമെന്റ് അതിൽ വേണം. അതായത് എന്താ ബാഡ്മിന്റണിലും മൂവ്മെന്റ്സ് ഇല്ലേ, അപ്പൊ ഫൈറ്റിങ്ങിലും മൂവ്മെന്റ്സ് ഇല്ലേ. പക്ഷെ എനിക്ക് ഫൈറ്റിങ് സ്പോർട്സ് ആയിട്ട് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റണില്ല. അറിയത്തില്ല. കാരണം ബാസ്കറ്റ് ബോൾ ആയാല് റണ്ണിങ്, വോളിബോൾ, പിങ് പോങ് ഒരു സ്പോർട്സ് ആണ് അല്ലേ. ഞാനും മനസ്സിലാക്കാതെ അറിയാം. ഞാൻ പിങ് പോങ് നന്നായി കളിക്കുന്നു, പക്ഷെ ഞാൻ അതൊരു ഗെയിമായിട്ടാണ് കാണുന്നത്, ഒരു സ്പോർട്സ് അല്ല. പിന്നെ ഇപ്പൊ ബേസ്ബോള്, ക്രിക്കറ്റ്, ഫുട്ബോള്, റഗ്ബി, അമേരിക്കൻ ഫുട്ബോൾ, ഇതിലൊക്കെ ഓട്ടം. ഞാൻ ആലോചിക്കല് ഒരു ഫിസിക്കൽ എലമെന്റ് ഉണ്ടോ എന്നാണ് ആലോചിക്കാറ്. ആ ഫിസിക്കൽ എലമെന്റ് ഫൈറ്റിങ്ങില് ഭയങ്കരമാണ്. പക്ഷെ ഫൈറ്റിങ് ഫൈറ്റിംഗ് ഞാൻ ഒരു സ്പോർട്ടായി കാണുന്നില്ല. കാരണം ബാക്കിയെല്ലാം ഒരു ഗെയിമാണ്, ഇത് ഫൈറ്റിംഗ് ഒരു ഗെയിമല്ല. അതുകൊണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അംഗീകരിക്കാൻ. കാരണം യു ഡോണ്ട് പ്ലേ ഫൈറ്റിംഗ്. യു പ്ലേ ഫുട്ബോൾ, യു പ്ലേ ക്രിക്കറ്റ്, ബട്ട് യു ഡോണ്ട് പ്ലേ ഫൈറ്റിംഗ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് അൾട്ടിമേറ്റ് സ്പോർട്ടായി കാണാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 എക്സാമ്പിൾസ് ആണ്. ഒന്ന് UFC പ്രസിഡന്റ് ഡേന വൈറ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ ആണ്. ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് ഫുട്ബോൾ, ഒരു ഭാഗത്ത് ക്രിക്കറ്റ്, ഒരു ഭാഗത്ത് വോളിബോൾ, അങ്ങനെ ലോകത്തുള്ള എല്ലാ സ്പോർട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക വിചാരിച്ചോ. പെട്ടെന്ന് ഒരു ഭാഗത്ത് 2 ആൾക്കാർ തമ്മിൽ അടി ഉണ്ടായി വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ഏതാ കാണുക? എല്ലാരും ഏത് സ്പോർട്ടാ കാണുക അതങ്ങ് വിട്ടിട്ട് ഫൈറ്റിങ്ങിലേക്ക് തിരിയും. ഒരു 95% എല്ലാരും ബാക്കിയുള്ളതൊക്കെ അവാർഡനം ചെയ്തിട്ട് തല്ല് ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കോ. അതെന്താ നമ്മളെ DNA ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു സംഭവമാണത്. ആൾക്കാർക്ക് വയലൻസ് കാണാനുള്ള വയലൻസ്, അതിന്റെ ആ ഒരു അഡ്രനലിൻ റഷും ഇതൊക്കെ. 2 എന്ന് വെച്ചാല് ഇത് ജോ റോഗൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചു. അപ്പൊ നീ എന്നോട് പറയണേ, നീ വാ ഫുട്ബോളിൽ കളിക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞേ. എന്നിട്ട് നീ എന്നെ ഫുട്ബോളിൽ എന്നെ തോൽപ്പിച്ചു. അപ്പൊ ഓക്കെ, ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചു, നീ എന്നെ ഫുട്ബോളിൽ തോൽപ്പിച്ചു. പക്ഷെ ഞാൻ നീയും ഒരു കേജിൽ വന്നിട്ട് നമ്മൾ 2 ആൾക്കാർ ഫൈറ്റ് ചെയ്ത് ഞാൻ നിന്നെ തല്ലി തോൽപ്പിച്ചു വിചാരിച്ചോ. എന്നിട്ട് തോൽപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചിങ്ങനെ കൈ പൊന്തിച്ച് നിൽക്കുമ്പോൾ നീ എന്നോട് പറയാ, ബാ ഞാൻ നിന്നെ പിങ് പോങ്ങിൽ തോൽപ്പിച്ചുതരാം എന്ന് പറഞ്ഞിട്ട് നോബഡി കെയർസ്. ഐ ബീറ്റ് യു ഇൻ ഫൈറ്റിംഗ്. അപ്പൊ ആ ഒരു രീതിയില് ഞാൻ ഫൈറ്റിങ്ങിനെ അല്ലെങ്കിൽ MMA മിക്സ് മാർഷ്യൽ ആർട്സിനെ ഞാൻ ദ ഗ്രേറ്റസ്റ്റ് സ്പോർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. മോസ്റ്റ് എക്സൈറ്റിംഗ് സ്പോർട്ടായിട്ട്. പിന്നെ എന്താന്ന് വെച്ചാല് ഞാൻ ഇതില് കോൺസിക്വൻസസ് ഭയങ്കര ഹൈ ആണ്. നമ്മളൊരാളെ മുന്നിൽ നോക്ക്ഡ് ഔട്ട് ആയി വീഴാണ്, ഈ സബ്മിറ്റ് ആവാണ്, ബോഡിക്ക് ഭയങ്കര കോൺസിക്വൻസസ് ഡാമേജ് വരുന്നുണ്ട്. പിന്നെ 1-on-1 ആണ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഫുട്ബോൾ എന്നൊക്കെ വരുമ്പോ ഞാൻ വേൾഡ് കപ്പിൽ റൊണാൾഡോ പുറത്തായപ്പോ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ റൊണാൾഡോ വാസ് ഹെൽത്തി. റൊണാൾഡോക്ക് നല്ല ആരോഗ്യമുണ്ട്, ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ല, ടീം സ്പോർട്ടാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ബ്രസീലിലെ നെയ്മറിന് ഇഞ്ചുറി ആയപ്പോ സങ്കടം ഉണ്ടായിരുന്നു. വൻ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങോട്ട് അതങ്ങനെ വേദനയോട് പെടയുന്നൊക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഫൈറ്റിംഗ് ഒക്കെ കാണുമ്പോ ഒരാൾ തോൽക്കാന്ന് പറഞ്ഞാല് 20,000 പീപ്പിളിലൊക്കെ മുന്നില് അങ്ങ് നോക്ക്ഡ് ഔട്ട് ആവാ. ബില്യൺസ് ഓഫ് ആൾക്കാർ ഓൾ അറൗണ്ട് വേൾഡ് കാണുന്നുണ്ട്. അവരെ മുന്നിൽ നമ്മളിങ്ങനെ ബോധം കെട്ടി വീഴാണ്. ആ ഒരു കോൺസിക്വൻസ്, ഇമ്പാക്ട് ഇസ് വേ മോർ. ആര് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഏതൊരു കളി ആയാലും തോറ്റാലും നമ്മള് ജസ്റ്റ് എ ഗെയിം സാറില്ല, നമുക്ക് ജയിക്കാം എന്ന് പറയും. പക്ഷെ ഫൈറ്റിലൊക്കെ നമ്മൾ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ തോറ്റാല് നമുക്ക് എന്തായാലും ഒരാഴ്ച ഒക്കെ ചിലപ്പോ നമുക്ക് ആ ഒരു മൈൻഡിലുണ്ടോ. ഒരാഴ്ച ഒന്നല്ല, ഫൈറ്റേഴ്സിന് ഭയങ്കരമായിട്ട് ഞാൻ പറയാം മിനിമം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം റൊണാൾഡോ ഇപ്പൊ ഒരു കളി തോറ്റു വിചാരിച്ചോ, പിന്നെ റൊണാൾഡോക്ക് ഒരു വീക്കിനുള്ളിൽ വേറെ കളി ഉണ്ടാകും. അപ്പൊ മൂപ്പർക്ക് ആ ഒരു ലോസ് വിന്നാക്കി മാറ്റാം. ഓക്കെ, ഐ വോണ്ട് ദിസ് എന്ന് പറയാം. പക്ഷെ ഒരു ഫൈറ്റ് അങ്ങ് തോറ്റാല് പിന്നെ മൂപ്പരുടെ അടുത്ത ഫൈറ്റ് വരാ ഒരു 3 months 4 months ആയിട്ട് നിൽക്കേണ്ടി വരും. അപ്പൊ ആ 3 months 4 months മനസ്സിൽ ഐ എം എ ലൂസർ,
ഐ ആം എ ലൂസർ. അതായിട്ട് നമ്മൾ നിന്നിട്ട് വേണം പിന്നെയും പോയി നമ്മൾ ജയിക്കാൻ. അപ്പൊ ഫൈറ്റിംഗ് സ്പോർട്ടിന്റെ ഹയസ്റ്റ് ഹൈ ആൻഡ് ലോവസ്റ്റ് ലോ എന്നാണ് അതിനെ പറയാറ്. വേണമെങ്കിൽ വേറെ ഏത് ടോപ്പിക്കിലേക്കും കൊണ്ടേക്കും.